ഹലോ, രുചിവിസ്മയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിഡിലൻ ഒരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. കുത്തരി ചോറിൻ്റെ കൂടെയും അതുപോലെ നല്ല കുഴച്ച് വെച്ച കപ്പയുടെ കൂടെയൊക്കെ ഒരു ഇത്തിരി ചാറും ഒരു കഷ്ണമൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണ്ടേ നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ചൂടായ ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തു. ഈ ഒരു കറിയിലേക്ക് കടുക് ചേർക്കുന്നില്ല, ഉലുവ മാത്രമാണ് ചേർക്കുന്നത്. ഉലുവ നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായി കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി മൂത്തതിന് ശേഷം ഇതിലേക്ക് 15 ചെറിയ ഉള്ളി 4ആയിട്ട് കട്ട് ചെയ്താണ്. അതോടൊപ്പം തന്നെ ഒരു 4 പച്ചമുളകും കൂടെ 2ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് മൂത്ത് വരണം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്ക് ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ഫ്രഷോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ്. ഈ തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് ഉടനേന് മുമ്പ് തന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയിൽ കിടന്ന് തക്കാളി മൂത്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അലിഞ്ഞ് കിട്ടിക്കോളും. തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നം. 1 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ആ സ്കിന്നിൽ നിന്നൊക്കെ വിട്ട് നന്നായിട്ട് തന്നെ ഉടഞ്ഞു തുടങ്ങും. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കാൻ. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് തവിയുടെ സൈഡ് കൊണ്ടൊക്കെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. നല്ല കറക്റ്റായിട്ട് തക്കാളി വെന്തുടഞ്ഞ് കിട്ടിക്കോളും. തക്കാളി ഇതുപോലെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മത്തിയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. മുളകിട്ട മീൻകറിക്ക് സാധാരണ മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മത്തി, കൊഴുവ പോലെയുള്ള ചെറിയ മീനുകൾക്കൊക്കെ ഇത്തിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. മസാലപ്പൊടികളൊക്കെ ഇട്ട വഴിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിക്ക് അധികം എരിവില്ല, നല്ലൊരു കളറും അതുപോലെ നല്ല ഒരു തിക്നെസ്സും ഉണ്ടാകും നമ്മുടെ കറിക്ക്. നന്നായിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് കുടംപുളി ഉരുക്കിയെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുടംപുളി നേരിട്ട് കറിയിലേക്ക് ചേർക്കുന്നതിലും നല്ലതാണ് ഉരുക്കി ചേർക്കുന്നത്. ചില മൂക്കാത്ത പുളിയൊക്കെ ആയിരിക്കും, അതിട്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും. ഉരുക്കി ചേർക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. ഇനി കറിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് സമയത്ത് നമുക്ക് കറിയിൽ പുളി കുറവാണെന്ന് തോന്നിയാൽ ഉരുക്കി എടുത്തതിൽ നിന്ന് 1-2 പീസ് ചേർത്ത് കൊടുത്താൽ മതി. കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കിലോ മീനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ സൈസ് മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വരഞ്ഞിട്ടില്ല. വലിയ സൈസ് മത്തിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ആ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് മീനിലേക്ക് പിടിക്കാനും അതുപോലെ തന്നെ ആ മീനിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങും. വലിയ മത്തിയൊക്കെ ആണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് ഉപ്പും പുളിയൊക്കെ നമ്മുടെ മീനിൽ പിടിച്ചോളും. അപ്പം ഈ മീൻ കറിയൊക്കെ നമ്മൾ തലേ ദിവസമൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പിറ്റേ ദിവസം ഊണിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും ഇത് തയ്യാറാക്കി വെക്കണം. വെച്ച ഉടനെ തന്നെ എടുക്കുന്നതിനേക്കാളൊക്കെ ടേസ്റ്റാണ്. കുറച്ച് സമയം മുമ്പൊന്ന് തയ്യാറാക്കി വെക്കണം. നന്നായിട്ട് കുറുകി നല്ല കറക്റ്റായിട്ട് വരും. മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ആ തവി കൊണ്ട് നിന്ന് കുത്തി കൊടുത്താൽ മതി. ഇളക്കി മിക്സ് ചെയ്യരുത്, മീൻ പൊടിഞ്ഞു പോവും. ഈ സമയത്ത് ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ടൊന്ന് ഞെരടി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇടയ്ക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു മണവുമാണ്.
ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇത് തുറന്ന് വെച്ച് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. കറി കുറച്ചും കൂടി ഒന്ന് കുറുകി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. തവിയിട്ട് ഒരിക്കലും ഇളക്കരുത്. തവിയിട്ട് ഇളക്കിയ മീൻ അങ്ങോട്ട് വല്ലാണ്ട് പൊടിഞ്ഞു പോകും. ഈ കറി ഒന്ന് തിക്കാവും. ഒരുപാട് അങ്ങോട്ട് തിക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് കറക്റ്റ് തന്നെ പാകമായിക്കോളും. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഈ സമയത്ത് നോക്കാം. കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ ഉരുക്കിയ പുളി ഈ ഒരു സമയത്ത് 1-2 പീസ് ഇട്ടാൽ മതി. എനിക്കിപ്പോൾ കറക്റ്റാണ്. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇപ്പോൾ കറി നല്ല പാകമായിട്ടുണ്ട്. നന്നായിട്ട് ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ കുറുകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഈ തിളപ്പൊക്കെ ഒന്ന് നിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് ഈ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ കറിയുടെ ഗ്രേവിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ കപ്പയുടെ കൂടെയൊക്കെ നല്ല അടിപ്പം കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.